സന്ദേശ് ഖാലിയിൽ അന്വേഷണം CBI ഏറ്റെടുത്തെങ്കിലും പോലീസിന്റെ പ്രതികാര നടപടി തുടരുകയാണെന്ന് പ്രതിഷേധക്കാർ. വനിതാ പോലീസ് ഇല്ലാതെയാണ് സ്ത്രീകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തൃണമൂൽ നേതാക്കൾക്കെതിരെ പരാതി നൽകിയവരുടെ ജീവൻ അപകടത്തിലാണെന്നും പ്രതിഷേധക്കാർ ജനം ടിവിയോട് പ്രതികരിച്ചു. ഞാനിപ്പോഴുള്ളത് സന്ദേശ് ഖാലിയിലെ ബേർഡ് മജൂർ എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയിരുന്നത്. ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ വീടുകളിൽ നിന്ന് എല്ലാ സ്ത്രീകളെയും പുറത്തിറക്കിക്കൊണ്ട് ഇവിടെയുള്ള അമ്മമാരുടെയും സഹോദരിമാരുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവരുടെ ജയിലിൽ വെച്ച് വനിതാ പോലീസിന്റെ പോലും സാന്നിധ്യമില്ലാതെ പിടിച്ചുകൊണ്ടുപോവുകയും അവരെ മർദ്ദിച്ചു എന്നുള്ള പരാതികളാണ് അവരിപ്പോഴും ഉയർത്തുന്നത്. ആ ഒരു പോലീസിന്റെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും പ്രതിഷേധം ശക്തമാക്കുകയാണ്. അതായത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഈ തൃണമൂലിന്റെ ഭാഗത്തുനിന്നും ഒപ്പം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇവിടെയുള്ള സ്ത്രീകൾ വീണ്ടും നേരിടുന്നു എന്നുള്ള തുറന്നു പറച്ചിലുകളാണ് ഇവിടെ നടത്തുന്നത്. മാം, वो जो ये आंदोलन हुआ है के बाद पुलिस के पास से क्या क्या हुआ था? পুলিশের পাশে কি হয়েছে, আমরা সর্বপ্রথম জমির জন্য আমরা সর্বপ্রথম আমাদের জমি জায়গা নিয়ে নিয়েছে। জমি জায়গা নেবার পরে আমরা জানিয়েছি, আমরা বিডিওকে থানায় জানিয়েছি, আমাদের কোনো কাজ হয়নি। কাজ না হওয়ার থেকে আমাদেরকে আমরা জানাচ্ছি যখন, তখন আমাদের বাড়ির লোকে তুলে নিয়ে গেছিলো। সরবেড়িয়ায় তুলে নিয়ে গিয়ে তাকে মারধর করা হয়েছে। 20,000 টাকা ছিল তার কাছ থেকে 20,000 টাকা নিয়ে নেওয়া হয়েছে, একটা সাইকেল নিয়ে নেওয়া হয়েছে। তারপরে আমি যখন তুলে নিয়ে যাওয়া হয়েছে তখন আমি ক্যাশ করেছি, আমি এফআইআর করেছিলাম। করার পরে তারপরে ওদের কাছে নোটিশ এসেছে যখন, তখন আমার বাড়িতে গিয়ে হামলা করেছে। আমার বাড়িতে গিয়ে পোলট্রি চাষ করি, আমার সেখান থেকে আমার পোলট্রি ফার্ম থেকে পোলট্রি তুলে নিয়ে গেছে। নিয়ে যাওয়ার পরে আমার বিভিন্ন ভাষা দিয়ে আমাকে গালিগালা দিয়েছে। তা সত্ত্বেও আমি আর কিছু বলতে পারিনি। তখন আমাদের এখানে এই আন্দোলনটা হয়নি। সর্বপ্রথম আমি এই আন্দোলনটাকে শুরু করেছি আমার থেকেই। সর্বপ্রথম আমি আমার থেকেই হয়েছে। এবার তারপরে আমি আমাদেরকে এই আন্দোলন যখন নেমেছি তখন আমাদেরকে তুলে নিয়ে যাওয়া হয়েছে। അവര് ബംഗ്ലാ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. वो जो बंगला भाषा में क्या बोल दिया था अभी, एक ट्रांसलेट कर दो एक बार। उन लोग पुलिस स्टेशन को उनको कंप्लेन लॉन्च किया, लेकिन पुलिस अभी तक कोनो व्यवस्था नहीं लिया। उन लोग ভয়ের মধ্যে ভয়ের মধ্যে আছে। দে আর ডিমান্ডিং সেন্ট্রাল ফোর্স ডিপ্লয়মেন্ট ইমিডিয়েটলি അറ്റ് സന്ദേശ് ഖാലി. അതായത് ഈ ഒരു വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ സഹിക്കാനാകാതെ ഏറ്റവും ഒടുവിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു തരത്തിലുമുള്ള നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇവരെ പോലീസ് ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ പ്രതിഷേധിക്കുന്നവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ പ്രതിഷേധിക്കുന്നവരുടെ ദൃശ്യങ്ങളൊപ്പം ഈ ഗ്രാമത്തിന്റെ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും. വളരെ സാധാരണക്കാരായ ആളുകൾ ഇവിടെ മത്സ്യബന്ധനം നടത്തിയും ഒപ്പം മറ്റ് ചെറിയ കൃഷി നടത്തിയുമാണ് ഇവിടെയുള്ള ഉപജീവന മാർഗം ഇവർ തേടുന്നത്. ഈ ജനത്തെയാണ്, ഈ ഒരു അടിസ്ഥാന ജനവിഭാഗത്തെയാണ് കാലങ്ങളോളം അടിമകളായി വെച്ചുകൊണ്ട് ഇവിടെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടും ഇവർ പലരുടെയും ഭൂമി തട്ടിയെടുത്തുകൊണ്ടും അവരുടെ കടകൾ കൊള്ളയടിച്ചും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ കാലങ്ങളോളം ഇവിടെ അതിക്രൂരമായ സംഭവങ്ങൾ അരങ്ങേറി എന്നുള്ളതാണ്. കാരണം ബംഗാളിന്റെ മണ്ണിൽ നമുക്കറിയാം, ജനങ്ങൾക്ക് നേരെയുള്ള ജനതയ്ക്ക് നേരെയുള്ള അടിച്ചമർത്തലും ഭൂമി പിടിച്ചെടുക്കലും ഒന്നും അതേ തുടർന്നുണ്ടാകുന്ന സമരമൊന്നും ആദ്യമായിട്ടല്ല. നേരത്തെ മോറി ജാപ്പി ആണെങ്കിലും നന്ദിഗ്രാമം, സിംഗൂർ ഉൾപ്പെടെയുള്ള പേരുകൾ കടന്നുകൊണ്ടാണ് അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സന്ദേശ് ഖാലിയിൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ CPMന്റെ തുടർച്ചയായ ഭരണത്തിൽ ആ ഭരണത്തിന്റെ തണല്, ആ ഭരണത്തിന്റെ അഹന്തയിൽ എന്തെല്ലാമായിരുന്നു നന്ദിഗ്രാമിലും സിംഗൂരിലും മോറി ജാപ്പിയിലുമെല്ലാം അന്ന് ഇടത് നേതാക്കൾ നടത്തിയിരുന്നത്, അതിന് സമാനമായ പ്രവർത്തനങ്ങളാണ് ഈ ബംഗാളിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവരുടെ നേതാക്കൾ, തൃണമൂൽ നേതാക്കൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും നടത്തുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ സന്ദേശ് ഖാലിയിൽ മാത്രമല്ല, ബംഗാളിൽ മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു കൊടും ക്രൂരതയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. തീർച്ചയായും ബംഗാൾ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിലേക്ക് തന്നെ ഈ സന്ദേശ് ഖാലിയിലെ പ്രതിഷേധം മാറുകയാണ്. സന്ദേശ് ഖാലിയിൽ നിന്നും ഉണ്ണിക്ക് വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.